എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചു പാത്രത്തിൽ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒഴിക്കാമെന്ന്. അപ്പോൾ അത് ഒഴിച്ചെണ്ണ അത് ശരിയായില്ല. പിന്നെ വീണ്ടും നമ്മൾ സെയിം ചെയ്യുന്നത് പോലെ തവിക്കകത്ത് കോരി ഒഴിച്ച് ഇഡലിക്ക് വെച്ചിട്ടുണ്ട്. ചായ അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട്. അന്നേരം ഇഡലിയൊക്കെ റെഡിയായി. ഇഡലി ഞാൻ ഉണ്ടാക്കുന്നതും കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാൻ മസാല ഇഡലി ഉണ്ടാക്കാനാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ നോർമൽ ദോശ ഉണ്ടാക്കുന്നത്, പിന്നെ കട്ടി കുറഞ്ഞ ദോശ വേണ്ടിയവർക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മസാല ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അതിനുശേഷം ചായ റെഡിയായിരുന്നു. ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഇവിടെ ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എൻ്റെ ഇളയ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പം വെണ്ടയ്ക്കയുടെ കൂടെ ഇച്ചിരി ഒരു 2 ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം സവാള ഇട്ട് അതിനുശേഷം ഇതുകൂടെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ആദ്യം ഒരു 1-2 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് ഒന്ന് ഇളക്കിയെടുക്കും. അതിനുശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. ഇപ്പം മോരിന് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം മോര് കറി റെഡിയായി. പിന്നെ തോരൻ വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ, അതൊന്ന് ഞാൻ ചെത്തി കഴുകി ഒന്ന് വാരി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ചോപ്പറിയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ബീട്രൂട്ട് മാത്രം ചെയ്യാതെ ക്യാരറ്റും ബീട്രൂട്ടൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതിലേക്ക് ചേർക്കാനായിട്ട് പച്ചമുളകും അവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് ഒരു സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ഇതെല്ലാം ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഈ ചോപ്പ് ചെയ്ത് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇതിൽ ചേർക്കുവേ. കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ തോരനും ഇവിടെ റെഡിയാവും. അപ്പം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി സ്നാവിറ്റിൽ നിന്ന് ആളിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇവിടെ ബീട്രൂട്ട് തോരനും റെഡി ആയിരുന്നു. ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.